ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കൂടി തേൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ആദ്യം അവർ വന്നിരുന്ന അതേ വള്ളക്കാരനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വള്ളക്കാരൻ കിരണിനെ കാണുമ്പോൾ തന്നെ സാറ് വന്നാട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വള്ളക്കാരന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ കിരണിനെ. കാരണം വേറൊന്നല്ല, പൈസയൊക്കെ ഒരുപാട് ആള് ചോദിച്ചതിനേക്കാളും കൂടുതൽ പൈസയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിരണിന്റെ സ്വഭാവമൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ വള്ളക്കാരന്. അങ്ങനെ ഇതെന്റെ ഭാര്യയാണെന്ന് വള്ളക്കാരനെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് അവിടേക്ക് ആ വള്ളത്തിൽ കയറിയിരിക്കുകയും അങ്ങനെ അവര് അവിടുത്തെ കാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ തേൻ വാങ്ങിക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തേൻ വാങ്ങിക്കാൻ അപ്പോൾ വേലുവിന്റെ അരികിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് വള്ളക്കാരൻ. അപ്പോൾ അതെ എന്ന് പറയുകയാണ്. വേലു ആ കാട്ടില് വന്നു പെട്ടതാണ്. അതുപോലെ തന്നെ മൂപ്പന്റെ മോളുമായിട്ട് വിവാഹം അവന് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അവൻ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ വള്ളക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ സ്വഭാവം നല്ല സ്വഭാവമാണെന്നൊക്കെ വള്ളക്കാരൻ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവര് നേരെ അവിടെ വള്ളം അടുപ്പിച്ചതിന് ശേഷം അവർ അങ്ങോട്ട് കടക്കുകയാണ്. അപ്പം നമ്മുടെ കല്യാണിയാണ് ആദ്യം തന്നെ ആ തോണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് കിരണിന്റെ കൈ പിടിച്ചിട്ട് വാ കിരണേട്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പൊ വള്ളക്കാരന് അത്ഭുതം തോന്നുകയാണ്. വള്ളക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തായത്, ഭാര്യ ഭർത്താവിനെ പിടിച്ചിട്ടാണോ ഇറക്കുന്നത്? നേരെ തിരിച്ചാണല്ലോ സാധാരണ സംഭവിക്കാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, അതെ, ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിച്ചിരുന്നത് കായലോരത്തായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ വള്ളവും വഞ്ചിയൊക്കെ ആൾക്ക് നല്ല പരിചയമാണ്. എനിക്കാണ് അതൊന്നും പരിചയമില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും സാറന്മാർ പോയിട്ട് വായു എന്ന് പറയുകയാണ്. അപ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട സാറേ, എന്തായാലും തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ എനിക്ക് ഒന്നിച്ച് പൈസ തന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അക്കരെ പോയി ആളെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാറുമാരെ കാത്ത് ഞാനിവിടെ ഉണ്ടാവും, അപ്പൊ പെട്ടെന്ന് വരാമെന്ന് കിരൺ പറയുമ്പോൾ, വേണ്ട, പെട്ടെന്നൊന്നും വരണ്ട, സാറുമാര് സമയം എടുത്ത് വന്നാൽ മതി, കാടൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വള്ളക്കാരൻ. അതിനുശേഷം അവരങ്ങനെ കിരണും കല്യാണിയും കൂടി കാട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ പാതി വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ വേലുവിനെ കാണുന്നുണ്ട്. അങ്ങനെ വേലുവാണെങ്കിൽ അവിടെ വീട്ടിൽ അവൻ്റെ ആ കൂരയിൽ ഇവർക്ക് വേണ്ട തേനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുപ്പിയിലാക്കി. അങ്ങനെ ഒരു 5-6 കുപ്പി തേനൊക്കെ അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ കുപ്പി തേന് അവിടെ വെച്ചതിന് ശേഷം ഈ പറയുന്ന ഗംഗപ്രസാദ് പല്ല് തേക്കണ ഒരു കാഴ്ചയാണ് ആദ്യം തന്നെ നമ്മുടെ വേലു എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ കിരണും കല്യാണിയും വരുമെന്ന് വേലുവിന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് രതീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേലു മനസ്സിൽ കരുതുകയാണ്, എന്തായാലും ഇവനോട് കാര്യങ്ങളൊന്നും പറയണ്ട, ഇവനെന്തായാലും ഇവനെ കാണണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ അവര്, ഇവൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് ഇവന് തീരെ സ്വഭാവം പിടിക്കുന്നില്ല, ഇനിയിപ്പോൾ അവർ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒളിച്ചിരിക്കും, അതുകൊണ്ട് ഇവനെ കാര്യങ്ങൾ അറിയിക്കേണ്ട എന്ന് നമ്മുടെ വേലു തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന വേലു നമ്മുടെ ഗംഗയോട് ഒന്ന് കോർക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവിടെ വന്നിട്ടുള്ളത്, നീ കാട്ടിലുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി വന്നതാണ് എങ്കിൽ നീ കാട് വിട്ടു പോകില്ല എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ അമലുവിൻ്റെ മാറ്റത്തിനെ കുറിച്ചും, നീ എൻ്റെ പെണ്ണിനെ വളച്ചെടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം, ഞാൻ കൊടുത്ത സമ്മാനങ്ങളെല്ലാം അവൾ വലിച്ചെറിയാൻ കാരണം നീയാണ്, ഞാൻ കൊടുത്ത സമ്മാനം അവള് ശരിക്കും ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നാട്ടിലോട്ട് പോയി വരുമ്പോൾ അവൾ എന്നെ കാത്തിരിക്കും, ഞാൻ എന്താ സമ്മാനം കൊണ്ടുവരണമെന്ന് നോക്കിയിട്ട്, എന്നിട്ട് ആ സമ്മാനം അവള് കണ്ണിൽ വെച്ച് തൊഴുതതിന് ശേഷം അവളത് നല്ല സന്തോഷത്തോടു കൂടിയാണ് ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കാറ്. പക്ഷെ നിന്റെ ഈ സ്വഭാവം കാരണം നീ എൻ്റെ പെണ്ണിനെ വളച്ചെടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ രക്ഷിച്ചത് ഞാനാണ്, ആ രക്ഷിച്ച ആൾക്ക് തന്നെ നിന്നെ കൊല്ലാനും എനിക്ക് പറ്റും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേലു ഇവനോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, വിനായകനോട്. അപ്പോൾ വിനായകൻ ഞാനൊരു പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ പാവമാണോ പാപിയാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തെളിയിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുകയാണ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട്. അപ്പോൾ വേലുവിനെ നോക്കിയിട്ട് വിനായകൻ പറയുകയാണ്, എടാ, ഈ കൊല മാത്രം ചെയ്യുന്ന ഒരാളോടാണ് നീ കൊലവിളി നടത്തുന്നത്, നിനക്ക് ആള് മാറിപ്പോയടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആണ് ഈ പറയുന്ന കല്യാണിൻ്റെയും കിരണിൻ്റെയും അരികിലേക്ക് നമ്മുടെ വേലു എത്തുന്നതല്ല, അത് അവൻ പച്ചില മരുന്നുകളൊക്കെ പറിക്കാൻ വേണ്ടി ഉൾക്കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവരെ കാണുന്നത്.
അങ്ങനെ അവരെ കണ്ട പാടെ തന്നെ നമ്മുടെ വേലു അവരെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ താൻ വന്നത് പച്ചില മരുന്നുകൾ ശേഖരിക്കാനാണെന്ന കാര്യം കിരണിനെയും കല്യാണിയെയും അറിയിക്കുകയാണ്. എന്നാ അത് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വേണ്ട സാറന്മാർ വായോ, സാറമ്മ ഇതെന്റെ ഭാര്യയാണെന്ന് കിരൺ പരിചയപ്പെടുത്തുകയും അങ്ങനെ അവരെ കൊണ്ടുവന്ന് കൂരയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ മൂപ്പന്റെ ഭാര്യയുമുണ്ട്. അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവരാണെങ്കിൽ ഇവരെ അകത്തേക്ക് ക്ഷണിക്കുകയും അതുപോലെ അവിടെ ഇരുത്തുകയും ഇവനിങ്ങനെ പറയുന്നുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കും മാമി എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ എടുക്കുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മൂപ്പൻ പറയാണ്, എന്തായാലും ഇവർ കട്ടൻ ചായയും നാരങ്ങ വെള്ളവും അല്ലേ ഇവർ നാട്ടിലധികം ഉപയോഗിക്കുക, എന്തായാലും നീ ഒരു ചുക്ക് കാപ്പി എടുക്കുക എന്ന് പറയാണ്. ചുക്കും കുരുമുളകും മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളും ഉണ്ട് ചേർക്കും ഞങ്ങൾ, അത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഉഷാറാകുമെന്നൊക്കെ പറഞ്ഞ് മാമി അങ്ങനെ ചുക്ക് കാപ്പി എടുക്കാൻ പോവുകയാണ് അകത്തേക്ക്. എന്തായാലും വേലുവും മൂപ്പനും കൂടിയിട്ട് കിരണിനോടും കല്യാണിയോടും സംസാരിക്കുകയാണ്. പക്ഷേ ഇവർ വരുന്ന കാഴ്ച ഈ പറയുന്ന അമലവും അതുപോലെ വിനായകനും കൂടി വീടിന്റെ ജനലിന്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. അങ്ങനെ അവൻ പേടിച്ച് വിറയ്ക്കുകയാണ് നമ്മുടെ ഗംഗ. ഇവരാരാന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കാണിച്ചു കൊടുക്കാൻ അവൻ വിളിച്ചുകൊണ്ട് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ അമലുവിനോട് ചോദിക്കുമ്പോൾ അമലു പറയാണ്, ഇവൻ എന്തിനാ ഇവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എന്തിനാണെന്നൊന്നും അറിയില്ല, എന്തായാലും ഇവന് ഇപ്പോൾ വളരെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ വെറുപ്പ് അവൻ കൂടുതൽ സമ്പാദിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ വേലു പറയുന്നുണ്ട്. നമ്മുടെ അമലു പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർക്ക് ഈ കല്യാണിക്കും കിരണിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ഇരുത്തിയിട്ട് അവരുടെ എന്തൊക്കെയോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഈ കാട്ടിലുള്ളവരെ പരിചയപ്പെടാൻ മാത്രമല്ല, ഈ കാട്ടിലോട്ട് ഒരു ക്രിമിനൽ കടന്നു കൂടിയിട്ടുണ്ടോ എന്നൊരു ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും കൂടിയാണെന്ന് പറയുമ്പോൾ മൂപ്പൻ പറയുന്നുണ്ട്, ഒരിക്കലും ഈ കാട്ടിൽ അങ്ങനെയുള്ളവർ വാഴില്ല മക്കളെ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിലെ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ആ കാട്ടിലുള്ളവർ ദുഷ്ടശക്തികളെ വാഴിക്കില്ല, അവർ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഒടുങ്ങുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് ഈ വിനായകന്റെ അരികിൽ നിൽക്കുന്ന അമല് പറയാണ്, അവർ വന്നത് ഈ കാട്ടിലുള്ളവരെ പഠിക്കാൻ മാത്രമല്ല, അവൻ ആ വേലു ശേഖരിച്ച് വെച്ചിട്ടുള്ള തേൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരിവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഇത് കിട്ടിയ അവസരം ആണെന്ന് മനസ്സിലാക്കുകയും ആ തേനിൽ എന്തായാലും കല്യാണിയെയും കിരണിനെയും കൊല്ലണമെന്ന് അവൻ്റെ വലിയൊരു ലക്ഷ്യം തന്നെയാണ്. പിന്നെ കാർത്തികയും ലക്ഷ്മിയമ്മയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം തീർക്കാമെന്ന് അവൻ അങ്ങ് തീരുമാനിക്കുകയും അവൻ്റെ കയ്യിൽ കുറച്ച് വിഷമുണ്ട്, ആ വിഷം എടുത്തിട്ട് നേരെ ഈ വേല് ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ തേനിൻ്റെ കുപ്പിയുടെ അരികിലേക്ക് അവൻ ആ വിഷക്കുപ്പിയുമായിട്ട് വരികയാണ്. ഒരുപക്ഷെ അത് ചേർക്കുന്നതിന് മുമ്പ് തന്നെ വേലു അത് കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഗംഗയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്